കൂട്ടുകാരെ, നമ്മൾക്ക് ഇപ്പോൾ ഒരു കാര്യം പറയണമെങ്കിൽ ലൈവ് തന്നെ എടുക്കണമെന്നില്ലല്ലോ. അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ലൈവ് എപ്പോഴും ഇത് ബുദ്ധിമുട്ടുണ്ടാവും. നെറ്റ്വർക്ക് ഇല്ലാത്ത ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ അത് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടല്ലോ, ഇതിൻ്റെയൊക്കെ വലിയ വലിയ വീഡിയോ ചെയ്ത് ഞാൻ മടുത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഷോർട്ട് ഫോം ഇന്നുണ്ടായ കാര്യം എന്ന് പറയുന്നത്, ഞാൻ സമാധാനം എൻ്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായ അല്ലെങ്കിൽ ഒരു വർഷമാകാറായ വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് എടുത്തു നോക്ക്. അതിനകത്ത് വല്ലതും പറയുന്നുണ്ടോ? അതിനകത്ത് ലീഗലി ഉള്ളവർ വിളിച്ച് ഇവർക്ക് വേണ്ടി കളിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ കുട്ടിയുടെ തമാശ, പിന്നെ കുറച്ച് സീനറികൾ എനിക്കതേ ഇടാൻ പറ്റൂ. എനിക്ക് വേറൊരു അക്കൗണ്ട് തുടങ്ങാതെ ഇതിനകത്ത് എനിക്കിപ്പോൾ എൻ്റെ കുട്ടിയുടെ മുഖം കാണിക്കാം, എൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോഴേ ഇവിടുന്നും പിടി വീഴും. ഈ വിരോധിച്ച് ഡിവോഴ്സായി കഴിഞ്ഞവൻ ഇനി ഒരു പേപ്പർ ഷീറ്റ് എൻ്റെ കയ്യിൽ അവിടെ കിടപ്പുണ്ട്, കോടതിയിൽ പോയി എടുക്കാം. അതിനുവേണ്ടി നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പോയി എടുക്കാത്തത്. എല്ലാം കഴിഞ്ഞ് ഇവനെയൊക്കെ ആരെങ്കിലും തിരികെ എടുക്കും. ജീവിക്കണമെന്നുള്ളവന്മാർ എങ്ങനെ പോയാലും ജീവിക്കും, അറിയാമോ? ഒരു കൈ മാത്രം അടിച്ചാലല്ല ശബ്ദം കേൾക്കുന്നത്, രണ്ട് കൈ കൂടെ അടിച്ചാലേ ശബ്ദം കേൾക്കത്തുള്ളൂ. ഒരുത്തി മാത്രം വിചാരിച്ചാൽ ജീവിതം ആവത്തില്ല. ഞാൻ എൻ്റെ യാത്രകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളെ അറിയിക്കാം. എല്ലാവരും ചോദിക്കും, പലരും അവിടെയാണ് എവിടെയാണ് താമസം, അവിടെയാണ് താമസം. ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാം കൊണ്ടങ്ങ് എത്തിക്കാനല്ലേ. പലരും വിളിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ പറയാമെന്നേ, എനിക്ക് സമയം തരൂ, ഞാൻ വീഡിയോയിൽ എല്ലാം പറയും. ഞാൻ എൻ്റെ കഥ മൊത്തം ഒരു സിനിമയാക്കി അങ്ങ് ഇറക്കാൻ പോവുക. എന്താ വല്ലതും പറയാനുണ്ടോ? അതിന് പൈസയും കാര്യങ്ങളൊക്കെ വേണം, പക്ഷേ അതിൻ്റെ ആലോചനയിലാണ്. സിനിമ ആക്കിയില്ലെങ്കിലും ചെറിയൊരിതായിട്ടെങ്കിലും ഏതെങ്കിലും ഒരു ഏതോ ഒരു മീഡിയയിൽ കിടപ്പുണ്ട്, ഒരു സെലിബ്രിറ്റിയുടെ മീഡിയയിൽ ഇതെല്ലാം കിടപ്പുണ്ട്, അറിയാമോ? അത് ഞാൻ പറയുന്നില്ല, അത് പിന്നെ സമയം കിട്ടുമ്പോൾ പറയാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു ലൈവ് ഇപ്പോൾ ചെയ്തിരുന്നു, പക്ഷെ അത് ലോഡായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്രയും ഒരു വർഷത്തിനുള്ളിലുള്ള വീഡിയോസ് നിങ്ങൾ നോക്ക്. ആദ്യ സമയത്ത് ഇവിടെ പല സ്ഥലത്തായിട്ട് ഓടി നടന്ന് കഷ്ടപ്പെടുമ്പോൾ, എൻ്റെ കുഞ്ഞുമായിട്ട് കഷ്ടപ്പെടുമ്പോൾ ഇവർ ലീഗലി ഓരോന്ന് കളിച്ചതും പ്രവർത്തിച്ചതും അൺവാണ്ടഡ് ആയിട്ടുള്ള കോൾസ് അതൊക്കെ ഞാൻ പ്രതികരിച്ചത് അതിനകത്ത് കിടപ്പുണ്ട്. അതിന് ശേഷമുള്ള വീഡിയോസ് നിങ്ങളൊന്ന് നോക്ക്. എന്തുമാത്രം മാന്യമായിട്ടാണ് ചെയ്തേക്കുന്നതെന്ന്. അവർക്ക് ആ ഫേസ് കാണിക്കാൻ പറ്റാത്ത, അവർക്ക് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള മറ്റുള്ളവരുടേതായിട്ടുള്ള ഇഷ്യൂസ് കാരണമായിരിക്കും. സത്യമാണ്. എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് കലാപരമായിട്ട് മുന്നിൽ ഇതായിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ സമയങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നത്, അതെനിക്ക് വലിയ ദുഃഖമാണ്. എൻ്റെ സമയങ്ങളെല്ലാം കഴിപ്പിച്ചതും എൻ്റെ കൂടെ ഇരുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പം ജീവിച്ചിരിപ്പില്ലാത്തതും ഉള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാ അഭിനയ കഥാപാത്രങ്ങളാണെന്നേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പോട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്നെനിക്ക് മനസ്സ് തുറക്കാനുള്ളൊരു സമയമായി. പക്ഷേ ഇന്നെൻ്റെ ദിവസമേ മോശമായിരുന്നു. കാരണം ഇന്നലെ വരെ ലൈവൊക്കെ പതുക്കെ ട്രൈ ചെയ്ത് തുടങ്ങി, ഞങ്ങൾ ഫേസൊക്കെ പതുക്കെ കൊണ്ടുവരാം എന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോഴത്തേക്കുണ്ട് ഈ സിന്ധുലത സാജൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ, ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരുത്തി, കൊച്ചിനെ വർണ്ണവിവേചനം നടത്തുന്ന അഡിക്ഷൻ സെൻറ്ററിൽ കിടക്കുന്ന സിന്ധുലത സാജൻ മലപ്പുറത്ത് JPHN നേഴ്സായിട്ട് ഗവൺമെൻറ് ഉദ്യോഗത്തിൽ പണം വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം സ്ത്രീ, അതായത് എൻ്റെ നാത്തൂൻ എന്ന് പറയാം, ഇളയ നാത്തൂൻ. അല്ല, ഞാൻ അവർക്ക് ഇളയ നാത്തൂനായിരിക്കാം. അങ്ങനെ അവർ കണ്ടിട്ടില്ല, അവരങ്ങനെ കണ്ടിട്ടില്ല, ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് മൂത്ത നാത്തൂൻ. പിന്നെ ഒരു കന്യാസ്ത്രീയൊക്കെ ഉള്ള കുടുംബമാണ്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. അവരെ അറിയാവുന്നവർക്ക് അവരെ അറിയാം. പിന്നെ മൂത്ത നാത്തൂൻ കുറേ നാൾ, ഫെബ്രുവരിക്ക് ശേഷം, ഞാനിത് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് നടന്ന സംഭവങ്ങൾ, ലീഗലി ഉള്ളവരെ, അതറിയാമോ? പിന്നെ ഞാനത് അവരുടെ ഭർത്താവ് ഇച്ചിരി വിവരവും ഇതൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്, പഠിപ്പും വിവേകമൊക്കെ ഉള്ള. ഈ വീട്ടിൽ വന്ന് കയറി അയാൾക്കും വിധിയുണ്ടായി. അയാൾ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് ഓടിപ്പോകാൻ, രക്ഷപ്പെട്ട് പോകാനാണ് പറഞ്ഞു. കുട്ടിയല്ലേ അയാൾ, വേഗം പോ, അല്ലെങ്കിൽ ചത്തുപോകും, പിന്നെ അവരെ കൊല്ലും ഇഞ്ചിഞ്ചായിട്ട്. പതുങ്ങിയിരുന്നാണ് പ്രവർത്തനം. അങ്ങനെ ഇന്ന് പതിവില്ലാതെ പുലർച്ചെ സമയത്ത് ഒരു വിളി എനിക്ക് മനഃപൂർവ്വം എന്നെ വീണ്ടും അവരുടെ നെഗറ്റീവ് എനർജി തരാൻ വേണ്ടി വിളിച്ചതാണ്, ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് അയാളുടെ നമ്പറിൽ നിന്നും ഈ പറയുന്നവൾ വിളിക്കുകയാണ്. ഇവിടെ അഡിക്ഷൻ സെൻറ്ററിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവരും ഒന്ന് അന്വേഷിക്കും. പേരൊക്കെ അന്വേഷിച്ച് പടപ്പക്കര സ്വദേശിനിയാണ്, കാഞ്ഞിരക്കോട് കെട്ടിയതാണ്, സാജനാണ് ഭർത്താവ് വിവരം തലമണ്ടയൊക്കെ ഉള്ള മനുഷ്യനാണ്. പക്ഷേ ഈ കുടുംബത്ത് വന്ന് കയറി, അവരുടെ കുടുംബത്ത് വന്ന് കയറിയിട്ട് തലമണ്ടയൊക്കെ പോയിരിക്കുക അയാൾക്ക്. അയാൾ ഒരു വാക്കിന് ഇവരുടെ കൂടെ ചേർന്നതെന്നും പറയും, പിന്നെ മറ്റേ സൈഡും പറയും. കാരണം അയാൾക്ക് ജീവിക്കണ്ടേ. ഇന്ന് പതിവില്ലാതെ അങ്ങോട്ട് വിളിക്കുക. എനിക്കത് കേൾക്കാൻ, നെഗറ്റിവിറ്റി അങ്ങോട്ട് വന്നപ്പോഴേ എനിക്കങ്ങ്, അവരെന്തെങ്കിലും ബ്ലാക്ക് മാജിക് എല്ലാത്തിനും ഉണ്ടല്ലോ, ഒരു വെടിക്കുള്ള മരുന്ന് എല്ലാത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നത് പോലെ വിളിച്ചിരിക്കുന്നു. എന്നെ വിളിച്ച് പല ആവർത്തി വിളിച്ച് എന്നെ ശല്യം ചെയ്തപ്പോൾ ഞാൻ ലൈവ് ഇച്ചിരി ദേശിച്ച് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഇന്നത്തെ ദിവസമേ മോശം വരെ, എൻ്റെ കുട്ടിക്കൂടെ അത് ബാധിച്ച്.
കാരണം അവൻ പഠിക്കാനുള്ള വിഷയങ്ങൾ അവൻ്റെ പരീക്ഷ എന്ന് പറഞ്ഞ് ഇട്ടുപോയി. അത് ഇവൾക്ക് ഭയങ്കര അപരാധമാണ്. ഇവൾക്ക് മക്കൾ പോലും ഇല്ല. ഈ കുഞ്ഞിനെയൊക്കെ സ്നേഹിക്കാനുള്ളവൾ സ്നേഹിക്കില്ല, കളയാനാ പറഞ്ഞത്. രണ്ടാമത്തെ കളയുകയും ചെയ്തു. ഇനി ഞാൻ എന്ത് വേണം? ഇവരുടെ പുലിക്കൂട്ടി ചെന്ന് തല വെക്കണോ? ഡിവോഴ്സായി കഴിഞ്ഞാൽ ഒരു പേപ്പർ കിട്ടേണ്ട കാര്യം. ഞാൻ അവരുടെ ആരുമല്ല. എന്നിട്ട് ഇന്ന് ഇത് കാണിച്ചു. ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെൻ്റെ ജീവിതമേ തകർത്ത് കളഞ്ഞു. കുട്ടി ഈ സ്കൂളിൽ പനിയെന്നും പറഞ്ഞ് അവൻ സ്കൂളിൽ പോകാതെ അവൻ്റെ എക്സാം നാളത്തേക്ക് വെച്ച് ഇനി എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. അറിയാതെ അങ്ങ് ഇട്ടുപോയി. എൻ്റെ പോസിറ്റീവ് വൈബിലാണ് ഞാൻ ഇന്ന് വരെയും, ഇന്നലെയല്ല, ഈ ഒരു മാസത്തിനകത്ത് വെച്ചുള്ള വീഡിയോസ് എല്ലാം വളരെ മാന്യമായിട്ടുള്ളത് തന്നെയായിരുന്നു. നിങ്ങൾക്ക് കണ്ടാലറിയാം. ഞാൻ എൻ്റെ ഫേസ് കൊണ്ടുവരാത്ത എൻ്റെ വിധി കൊണ്ടാണ് മക്കളെ. പ്ലീസ്, ഞാൻ ആരോടും ചോദിക്കുന്നില്ല, ലൈക്ക് ചോദിക്കുന്നില്ല, വ്യൂ ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ എൻ്റെ സമാധാനത്തിനിടുന്നതാണ്. എന്തെങ്കിലും ഒരു കാലത്ത് എനിക്കിതിനൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ എന്ന് കൊടുത്തു പോയാൽ കേട്ടോ, കുഴപ്പമില്ല, കൊടുക്കാം. ഞാൻ ഇതിനകത്ത് പറയുന്ന സത്യവും വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും. എനിക്ക് യൂട്യൂബാണ് ഇച്ചിരി കൂടെ ഇത്. ഇൻസ്റ്റാഗ്രാമൊന്നും അധികം അങ്ങോട്ട് എനിക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട്, കുട്ടി ചെറുതായതുകൊണ്ട് അവന് കുരുത്തക്കേടിൻ്റെ ആശാനായതുകൊണ്ടും നടക്കുന്നില്ല. എല്ലാത്തിലും ഞാൻ നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്ത പറയത്തില്ല. എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട്. പക്ഷേ ഇവർ ജീവിക്കാൻ സമ്മതിക്കാതെ ക്രൂരമായി കൊന്നുകളയരുത്. മാനസിക പീഡനം നടത്തി മനുഷ്യരെ കൊന്നുകളയരുത്. അത് ഭയങ്കര തെറ്റാണ്. നിങ്ങളെ ജീവിതത്തിൽ അത് ബാധിക്കും. നിങ്ങളെ മക്കളെ അത് ബാധിക്കും, തലമുറ ബാധിക്കും. അത് നിങ്ങൾക്ക് അറിയത്തില്ല. ശരിയെന്നാൽ ഓക്കെ.